വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 3D ഡേ ആൻഡ് നൈറ്റ് പിക്ചറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രൊജക്ടിനൊക്കെ ആവശ്യം വരുന്ന സാധനം ഈ ഡേയും നൈറ്റും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് മമ്മിയാണ് ഉണ്ടാക്കി തരുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നൈറ്റ് പിക്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ ഷീറ്റ് വേണം മൂൺ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കതിലൊരു മൂണിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വല്ല മൂടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തും വരച്ച് കൊടുത്താലും മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇതാ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൈറ്റ് കളർ പേപ്പർ വേണം. അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി A4 ഷീറ്റാണ്. എന്നിട്ട് അത് നമുക്ക് നടുക്ക് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. നമുക്കതിൻ്റെ ഒരു പീസ് മതി. അത് നമുക്കിത് വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് ഒന്നും കൂടി മുറിച്ച് കൊടുക്കാം. മേഘങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്കത് 4ആയിട്ട് മടക്കി കൊടുക്കാം. 2 ഷീറ്റും അതുപോലെ മടക്കി കൊടുക്കണം. ഇനി നമുക്കതിൽ മേഘത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. ആദ്യം ലൈറ്റായിട്ട് വരച്ചിട്ട് പിന്നെ ഡാർക്കായിട്ട് നല്ല കറക്റ്റായിട്ട് വരച്ചെടുത്താൽ മതി. ഇതാ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കണം. ഒരു 4 പീസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി ഒരു 4 പീസും കൂടി നമുക്ക് വേണം. അതിന് വേണ്ടി അടുത്ത ഷീറ്റും അതുപോലെ തന്നെ 4ആയിട്ട് മടക്കിയിട്ട് ആ വെട്ടിയെടുത്ത പീസ് വെച്ച് തന്നെ നമുക്ക് ഒന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് അതും നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ നമുക്കൊരു 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഓരോ ചെറിയ വീതി കുറഞ്ഞ ഡബിൾ സൈഡാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഒട്ടിച്ച് ഓരോന്നായിട്ട് നമുക്കതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഒരെണ്ണം ആ മൂണിൻ്റെ പുറകിൽ ഒരെണ്ണം ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനത്തെ എല്ലാ ക്ലൗഡ്സിൻ്റെ പുറകിലും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒലിച്ചിട്ട് നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇനിയിപ്പോൾ ഒട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്ന് വരിയായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 എണ്ണം ഫസ്റ്റ് ലെയർ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് മൂൺ വരേണ്ടത്. അപ്പോൾ നമുക്ക് ആ മേഘങ്ങൾ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ മേഘത്തിൻ്റെ മുകളിലായിട്ട് ഏകദേശം മൂൺ വരത്തക്ക വിധം ഒട്ടിച്ചു കൊടുക്കണം. ഇനി ബാക്കിയുള്ള മേഘങ്ങളും നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിനൊരു ഭംഗി വരുള്ളൂ. ഇപ്പോൾ കുറേ മേഘങ്ങൾക്കിടയിൽ ഒരു മൂണിരിക്കുന്ന പോലത്തെ ഒരു ലുക്കായിട്ടില്ലേ. ഇതുകൊണ്ട് ഒട്ടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ സ്റ്റിക്കർ എടുക്കാം. അതിൽ നിന്ന് യെല്ലോ കളർ സ്റ്റിക്കർ മാത്രം നോക്കിയിട്ട് നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ശരിക്കും ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ നൈറ്റിൻ്റെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഡേയുടെ പിക്ചർ തയ്യാറാക്കാനായിട്ട് ഒരു യെല്ലോ കളർ പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മലകൾ വരച്ചു കൊടുക്കണം.
അപ്പോൾ അതിന് വേണ്ടി ഒരു ഡാർക്ക് ബ്ലൂ പേപ്പർ എടുത്തിട്ട് അതിന് മല എങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഡാർക്ക് ഷെയ്ഡായ കാരണം ക്യാമറയിൽ ശരിക്കും അത് കാണുന്നില്ല. ഇനി നമുക്കത് വെട്ടിയെടുക്കണം. ഞാനിവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. വെട്ടിയെടുത്ത് കഴിയുമ്പം അടുത്ത പീസും ഏകദേശം ഒരു മലയുടെ ഷേപ്പിൽ വരും. അതും നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറ് പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ചും കൂടി ചെറിയതായിട്ട് ആ മലകൾ തന്നെ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതും വെട്ടിയെടുക്കാം. അതും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കറക്റ്റ് ഷേപ്പ് ആവാത്തതൊക്കെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് മലയുടെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് വെട്ടിയെടുക്കണം. നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പുറകിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ആ മലയുടെ ടോപ്പിലായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. താഴെ 2 എണ്ണം ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. നമ്മളിതാ ഫുൾ ഒട്ടിച്ചു കൊടുത്തു. ഇതെല്ലാം ഒലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ടത് പതുക്കെ ഒട്ടിച്ചു കൊടുക്കണം. അത് കറക്റ്റായിട്ട് ആ പേപ്പറിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഒരേ അളവായിരിക്കണം ആ 2 പേപ്പറും. നമ്മൾ നേരത്തെ വെട്ടിയപ്പോൾ ബാക്കി കിട്ടിയ പേപ്പറായിരുന്നു. അതും ഒരു മലയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയേക്കണത്. അപ്പോൾ അത് നമുക്കിങ്ങനെ കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഏകദേശം ഒരു മലയുടെ ഷേപ്പ് വരുന്ന പോലെ ഒരു ചെറിയ പീസ് കൂടി ഉണ്ടായിരുന്നു. അത് നമുക്കത് ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെട്ടിയെടുത്ത ലൈറ്റ് ബ്ലൂ കളറ് അതിന് മുന്നിലായിട്ട് ഇങ്ങനെ ഏകദേശം ഒരു മല ഇങ്ങനെ അടുങ്ങി വരുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുത്താലാണ് നമുക്കതൊരു 3D എഫക്റ്റിൽ നിൽക്കുകയുള്ളൂ. ഏറ്റവും ചെറിയ പീസിന് ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ആദ്യം ഒട്ടിച്ചത് കുറച്ച് കയറിപ്പോയി. അപ്പോൾ ഇത് ഒട്ടിച്ച് വന്നപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഞാനത് ഇറക്കി ഒട്ടിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് സണ്ണ് വേണ്ടേ? അതിന് വേണ്ടി ഒരു വൈറ്റ് കളർ പേപ്പറിൽ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ചെടുത്ത് അത് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിങ്ങനെ ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മലകളും സണ്ണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പുല്ലാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ നീളത്തിലൊരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് പുല്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കത് വെട്ടിയെടുക്കാം കേട്ടോ. പുല്ലിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മല വെട്ടിയെടുത്ത പോലെ കുറച്ച് പേപ്പർ അപ്പുറത്തും പുല്ലിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മരം ഉണ്ടാക്കണം. അതിന് വേണ്ടി ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ആ മരത്തിൻ്റെ നമുക്ക് തടിയായിട്ട് നമുക്ക് ഇതിങ്ങനെ വെട്ടിയെടുക്കാം. 2 എണ്ണം വേണം. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു സ്ക്വയർ പീസ് വെട്ടിയിട്ട് അത് നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കാം. 2 സ്ക്വയർ പീസ് ഉണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ മടക്കിയിട്ട് ഒരു ട്രീയുടെ ഷേപ്പ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു ഏകദേശം ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് പോലെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെട്ടിയെടുക്കണം. നമ്മൾ നേരത്തെ മലയും പുല്ലും ഒക്കെ വെട്ടിയ പോലെ ഈ ട്രീ വെട്ടിയപ്പോഴും ഇതേപോലെ അടുത്ത പീസ് നമുക്ക് ട്രീ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് 3D എഫക്റ്റിൽ കൊടുക്കാം. അപ്പം നടുവശം ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ആദ്യം കട്ട് ചെയ്ത പീസിനേക്കാളും ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് അതിൻ്റെ പുറകിലും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ട്രീയുടെ വെട്ടി വെച്ചിരിക്കുന്നതിലേക്ക് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അടുത്തതും അതുപോലെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്രൗൺ കളർ പേപ്പർ ആ ട്രീയുടെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
ഇനി നമുക്കത് അത്രയും നീളം വേണ്ട. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് ദാ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അടുത്ത ട്രീയും ദാ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുല്ല് ഒട്ടിച്ച് കൊടുക്കണം. അത് നമ്മൾ ആ ട്രീയുടെ അടിയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താൽ മതി അതിനൊക്കെ. ആ ഒട്ടിച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ബ്ലൂ കളർ കാണാം. എന്നാലും കുഴപ്പമില്ല, ഭംഗി കുറയുന്നില്ല കേട്ടോ. ഇനി ആ പുല്ല് ബാക്കി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ സണ്ണിൻ്റെ അവിടെ എന്തോ ഒരു കുറവ് തോന്നി. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളർ സ്കെച്ച് എടുത്തിട്ട് കിളികൾ ഇങ്ങനെ പറന്ന് വരുന്ന പോലെ ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലും കൂടി ഒരു ചെറിയ സ്പേസ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെയും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ദാ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ദാ നമ്മുടെ അമ്പിളിമാമൻ ദേ കുറേ മേഘങ്ങൾക്കിടയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ സ്റ്റാർസും കൂട്ടുന്നുണ്ട്. നമ്മുടെ അമ്പിളിമാമനെയും നക്ഷത്രങ്ങളെയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉള്ളത്? എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ഇവിടെ ദാ നമ്മുടെ സൂര്യന് കൂട്ടായിട്ട് കിളികളുമുണ്ട്. ആ യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ബ്ലൂ കളർ മലകളും വൈറ്റ് കളർ സൂര്യനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാനായിട്ട്. പിക്ചർ സൂപ്പർ ആയിട്ടില്ലേ? ഇഷ്ടമല്ലേ? അപ്പൊ ഇത്രയോട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ബൈ ബൈ.